ഇടുക്കി ജില്ലയിൽ കാട്ടുപന്നി അടക്കമുള്ള വന്യജീവികളുടെ ശല്യം വർദ്ധിക്കുമ്പോഴും ഇവയെ വെടിവെക്കാനാവാതെ പഞ്ചായത്തുകൾ ഇടുക്കി ജില്ലയിൽ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷൂട്ടർമാരുടെ തോക്കുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നില്ലെന്നാണ് കാരണം. നിയമക്കുരുക്കുകൾ ഭയപ്പെട്ട് ഷൂട്ടർമാർ പഞ്ചായത്തുകളുടെ പാനൽ ലിസ്റ്റിൽ നിന്നും ഒഴിവാകുന്നതായി പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഇടുക്കി ജില്ലയിൽ വിവിധ പഞ്ചായത്തുകളിലെ പാനലിൽ ഉള്ള ഷൂട്ടർമാർ തോക്കിന്റെ ലൈസൻസ് പുതുക്കി നൽകാൻ ആവശ്യപ്പെട്ടിട്ട് മാസം 9 കഴിഞ്ഞു. കഴിഞ്ഞ നവംബർ മാസം മുതൽ തോക്കുകളുടെ ലൈസൻസ് ജില്ലാ ഭരണകൂടം പുതുക്കി നൽകിയിട്ടില്ല. കാട്ടുപന്നികളുടെയും മറ്റും ശല്യം അതിരൂക്ഷമാകുമ്പോൾ പഞ്ചായത്ത് ലൈസൻസ് ഉള്ളവർക്ക് പോലും ഇവയെ വെടിവെക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫീസിൽ നിന്നാണ് തോക്കുകളുടെ ലൈസൻസ് പുതുക്കി നൽകേണ്ടത്. നിലവിൽ ആർക്കും പുതുക്കി നൽകുന്നില്ല. ഒത്തിരി പേരുടെ പേപ്പർ കാര്യങ്ങളെല്ലാം ആയി റിപ്പോർട്ടുകളെല്ലാം ചെന്ന് എൻ്റെ ഹിയറിംഗ് കഴിഞ്ഞാണ്. ADM ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ജനുവരി മാസത്തിൽ. ജനുവരിയാണോ ഫെബ്രുവരിയാണെന്ന് ഉറങ്ങുന്നില്ല. ഹിയറിംഗ് കഴിഞ്ഞാണ്. സാധാരണഗതിയിൽ ഹിയറിംഗ് കഴിഞ്ഞാൽ അന്നേരം തന്നെ ലൈസൻസ് നമുക്ക് പുതുക്കി തന്നു വിടണമാണ്. ഇതിപ്പോൾ ഇത്രയും മാസമായിട്ടും ഒരു നടപടിയും ആയിട്ടില്ല. അവർ പറയണേ കളക്ടറേറ്റ് തന്നെ വിഷയം പറഞ്ഞത് HO ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുതുക്കി നൽകണ്ട എന്ന് പറഞ്ഞേക്കുവാണ്. അവിടെ നിന്ന് ഓർഡർ വന്നാൽ ഇവർ പ്രാവശ്യം ലെറ്റർ അയച്ചു, മറുപടി കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ പുതുക്കി തരും എന്ന് പറഞ്ഞു. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഇടുക്കി ജില്ലയിലെ പഞ്ചായത്തുകളിൽ വേണ്ടത്ര ഷൂട്ടർമാർ ഇല്ലെന്നാണ് അധികൃതരുടെ പ്രധാന പരാതി. അതിനിടെയാണ് 40-ൽ ഏറെ ഷൂട്ടർമാരുടെ തോക്കുകളിലെ ലൈസൻസ് പുതുക്കി ലഭിക്കാത്തത്. നിയമത്തിന്റെ നൂലാമാലകൾ ഏറെയുള്ളതിനാൽ പഞ്ചായത്തുകളും കാട്ടുപന്നികളെ വെടിവെക്കാൻ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല. താങ്കളൊരു കർഷകനാണെങ്കിൽ താങ്കളുടെ കൃഷി സ്ഥലത്ത് പന്നിയുടെ ഉപദ്രവമുണ്ട് എന്ന് കൃഷി ഓഫീസർ വന്ന്, അതായത് ദൈനംദിനം നിങ്ങളുടെ സ്ഥലത്ത് വന്ന് പന്നി നാശനഷ്ടങ്ങൾ വരുത്തുകയാണെന്ന് കൃഷി ഓഫീസർ സർട്ടിഫൈ ചെയ്ത് ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധികാരത്തോടുകൂടി ലൈസൻസ് ഉള്ള ഒരു ഷൂട്ടറെ അധികാരം കൊടുക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എനിക്ക് നിയമാനുസൃതം എൻ്റെ സർവേ നമ്പറിലുള്ള സ്ഥലത്ത് മാത്രമാണ് എനിക്ക് അധികാരം തന്നിട്ടുള്ളത്. അതോടൊപ്പം വേറെ മറ്റൊരാളുടെ സ്ഥലത്ത് പോയി ഈ പന്നി വീണാൽ അതിൻ്റെ നിയമപ്രശ്നം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഷൂട്ട് ചെയ്യാൻ മുതിരാറില്ല. ഇടുക്കി ജില്ലയിൽ ഇരട്ടയാർ പഞ്ചായത്തിൽ മാത്രമാണ് ഇതുവരെ കാട്ടുപന്നികളെ വെടിവെച്ചത്. അടിമാലി, മൂന്നാർ, പള്ളിവാസൽ, വെള്ളത്തൂവൽ, ഉടുമ്പൻചോല, ശാന്തമ്പാറ, നെടുങ്കണ്ടം, രാജാക്കാട്, രാജകുമാരി, ചിന്നക്കനാൽ, മറയൂർ, കാന്തല്ലൂർ, ഇരട്ടയാർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ കാട്ടുപന്നി ശല്യം പതിവാണ്. ഏക്കർ കണക്കിന് പ്രദേശത്തെ കപ്പ, കാച്ചിൽ, ചേമ്പ്, ചേന, വാഴ, ഏലം, കുരുമുളക് തുടങ്ങിയ മുഴുവൻ കൃഷിവിളകളും കാട്ടുപന്നി കുത്തി നശിപ്പിക്കുന്നതായി കർഷകർ പറയുന്നു. ഇതിന് പോംവഴി ഇവയെ വെടിവെച്ചു കൊല്ലുക എന്നത് മാത്രമാണ്. ഒപ്പം കാലാനുസൃതമായി നിയമങ്ങളിലും മാറ്റമുണ്ടാകണം. തോക്ക് ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷകൾക്ക് അനുമതി ലഭിക്കണമെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ അറിയിപ്പ് ഉണ്ടാകണമെന്നാണ് ADM ഓഫീസ് വ്യക്തമാക്കുന്നത്. ഇടുക്കിയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവിന് കാത്തിരിക്കുന്നതെന്നാണ് ADM ഓഫീസിന്റെ വിശദീകരണം. വന്യജീവികളെ കൊല്ലുന്നതിനുള്ള അനുമതിക്കൊപ്പം സ്വയരക്ഷ ആവശ്യമായവർക്ക് കൂടിയാണ് തോക്ക് ലൈസൻസ് ഉടമകൾക്ക് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.